മേൽക്കൂരയെല്ലാം തകർന്നത് നേരെ താഴോട്ട് കിടക്കുക. ചോർന്നൊലിക്കുന്നുണ്ട്. അതിനകത്തിരുന്ന് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുവൈറ്റിൽ നിന്ന് 2 പേര് വന്നിരിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഫോർമാൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, 2 പേരും കൂടെ ഇവിടെ എത്തിയിരിക്കുക. അവരെന്നോട് പറഞ്ഞ് നിങ്ങളെ അവിടെ വിളിക്കാനായിട്ടാ വന്ന്. 1 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പോൾ 25,000 രൂപ തരാന്ന് പറയും. 1 മണിക്കൂറുള്ള ജോലിക്ക് 25,000 രൂപ. ഞാൻ നോക്കിയപ്പോഴും 4 മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പോൾ 1 ലക്ഷം രൂപ. 8 മണിക്കൂർ ആകുമ്പോൾ എത്ര? 2 ലക്ഷം രൂപ അല്ലേ? നല്ല വകുപ്പല്ലേ? ഒന്നാമത് ചോർന്നൊലിക്കുന്ന വീടിനകത്ത് ഇരിക്കുന്ന മുറിക്കകത്ത്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, ഈ കാശ് എന്ത് ചെയ്യാനും? അഹങ്കരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്രമത്തിൽ കൂടുതൽ കാശരുതിന്റെ കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് പേടി, ഉറങ്ങാൻ പറ്റത്തില്ല, വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഇതെപ്പം നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആകുലത, ഉൾക്കണ്ട, വല്ലതിനൊക്കെ വന്ന് മേടിച്ചോണ്ട് പോകുന്നുള്ള ഉൾക്കണ്ട. കാശ് കൂടുതൽ കയ്യിരുന്ന് കഴിഞ്ഞാല് സ്വസ്ഥത എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകത്തില്ല. മനുഷ്യൻ എപ്പോഴും അസ്വസ്ഥതയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ജോലി വേണ്ട, നിങ്ങൾ വന്ന് വിളിച്ചതിന് ദൈവനാമത്തിൽ നന്ദി. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യ, ഒരു 6 മാസത്തേക്കെങ്കിലും അവിടം വരെ വന്നേച്ച് പോയി. അപ്പൊ 6 മാസം ഈ കാശും പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കാശുണ്ടാകും. പക്ഷെ ഹല്ലേലൂയ, സ്വോത്രമൊക്കെ സൂത്രത്തിലങ്ങ് പോകും അല്ലേ? തിരിച്ചു വരുമ്പോഴത്തേക്ക് മത്തായി 14:26, മനുഷ്യ നീ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാല് ഈ ലോക സമ്പത്തെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒരു ആത്മാവിന് വിലയായിട്ട് തീരുവോ? ഒരിക്കലും തീരില്ല. അപ്പൊ ദൈവത്തോട് നീ ചേരാനായിട്ട് തയ്യാറാകുന്നെങ്കിൽ അനേക ഓഫറുകൾ വരും നിന്നെ തേടി. ഇഷ്ടം പോലെ ഓഫറുകൾ നിന്നെ തേടി വരും. മത്തായി 6:33 പറയുന്നുണ്ട്, നിങ്ങളവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയാവോ? അത് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി എന്താണത്? അറിയാവരെനിക്ക് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ട് അല്ലേ? വീട്ടിൽ തന്നെ ഇരിക്കത്തില്ലേ? ഈ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ നീ ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ ജീവിക്കുന്നു. നീ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ആരുടെയൊന്നും പിടിച്ചു വെക്കരുത്. കൊടുക്കേണ്ടത് യഥാസമയം കൊടുക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ രാജ്യം, സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇല്ലേ? ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരണമേ, ദൈവരാജ്യം വരണമേ എന്നാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരുവൻ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ആകുലത, ഉൾക്കണ്ട, വേദന, വിഷമം, പ്രയാസം യാതൊന്നും ഉണ്ടാകത്തില്ല. എന്ത് തന്നെ ആകുലത വന്നാലും ദൈവം തരും, ദൈവം തരും. ഒരു പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞ, മോനെ തേങ്ങയില്ല, കാരണം കർത്താവ് ദാരിദ്ര്യത്തിലാണ് ജനിച്ചെങ്കില് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് തയ്യാറാകുന്ന മക്കൾക്ക് ദാരിദ്ര്യമാണ് ദൈവം അനുവദിച്ചു തരുന്നത്. അപ്പൊ ആ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ അമ്മേനോട് വന്നിട്ട് പറഞ്ഞു, മോനെ തേങ്ങയിൽ എന്ത് ചെയ്യും? അപ്പന് മുളകുണ്ടാക്കിയ കറിയൊന്നും പറ്റത്തില്ല, മുളകരിച്ച കറി. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ തേങ്ങ ദൈവം തരും. അപ്പനും അമ്മ ഇവിടെ പറഞ്ഞു, അതെല്ലാം ദൈവം ഇല്ലേ തരുന്നേ, പിന്നെ നീ പറയുന്നു? ഞാൻ പറഞ്ഞു, അല്ല, ഇതിന് പ്രത്യേക ദൈവം, ഇത് ദൈവം തരും. കാശ് മേടിക്കാതെ തേങ്ങായോ സാധനങ്ങളോ കൊടുക്കാത്ത ഒരു ചേട്ടത്തി എടുത്തു നിർത്തുന്നവരവിടെ വന്നു. 10 മിനിറ്റ് കഴിഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവിടെ വന്നു. അമ്മ എന്നോട് വന്ന് പറഞ്ഞത്, തേങ്ങയിൽ ഒരു തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയെ ആഗ്രഹിച്ചത്. ഈ വ്യക്തി അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ, കുഞ്ഞുമോനെ ഏതാണ്ട് അപ്പുറത്ത് 100 തേങ്ങ കിടക്കുന്ന, അതെടുത്തോണ്ട് പോരുക, കാശ് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അമ്മ ആഗ്രഹിച്ച എത്ര എണ്ണമായിരുന്നു? 1 എണ്ണം.
തേങ്ങ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരിക. 100 തേങ്ങ. തിരുവേദം പറയുന്നില്ലേ, നീ ഒരു പൂ ചോദിച്ചാൽ ദൈവം നിനക്കൊരു പൂന്തോട്ടം തന്നെയാ തരുന്നത്. ഒരു തേങ്ങ ചോദിച്ചപ്പോഴേ 100 തേങ്ങ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പനും അമ്മയും പരസ്പരം പറയാൻ തുടങ്ങി, ദൈവം തരും. പിന്നെ വീട്ടിൽ താമസിക്കുന്ന ഞാനും മക്കളും എല്ലാവരും തന്നെ പരസ്പരം പറയാൻ തുടങ്ങി, എന്തെങ്കിലും ഇല്ല കുറവുണ്ടെങ്കിൽ ദൈവം തരും. ഇതാര് പറഞ്ഞ വാക്കാ? ഇത് യഥാർത്ഥത്തില് ദൈവം തരുമെന്ന് പറയുന്നത് ആര് പറഞ്ഞതാ? അബ്രഹാം, നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞ വാക്കാണ് അത്. ദൈവം തരും. ഇസഹാക്ക് ചോദിച്ച് തീയും വിറകുണ്ട്, ബലിമൃഗത്തെ അബ്രഹാം അപ്പൂപ്പൻ പറഞ്ഞ് ദൈവം തരും. കൊടുത്തോ? ദൈവം കൊടുത്ത്. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് മാറ്റമൊന്നുമില്ല, മാറത്തില്ല. വാക്ക് മാറാത്തവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടെ പറയുന്നത്, നിങ്ങൾ മനുഷ്യനിലൂടെ ദൈവത്തെ ഒന്ന് കാണാൻ തയ്യാറായി നോക്കി. എത്ര സമാധാനം, എന്തൊരു ആശ്വാസം. ഒന്ന് ക്ഷമ ചോദിക്കേണ്ട തയ്യാറായി നോക്ക്. ഒരാളോട് ക്ഷമ പറഞ്ഞു കഴിയുമ്പോഴേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ സോറി അല്ല കേട്ടോ. ക്ഷമയെന്ന് പറയുന്ന സംഭവം സോറി അല്ല, അത് പൂർണ്ണതയിലേക്ക് വരില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സോറി പ്രാധാന്യം വല്ലതും ഉണ്ടോ? അടുത്ത നിമിഷം വീണ്ടും അത് തന്നെ ചെയ്ത് ഈ സോറി പറഞ്ഞ വ്യക്തി തന്നെ വീണ്ടും ചെയ്ത് തന്നെ ചെയ്യും, പറഞ്ഞു തന്നെ പറയും. അതുകൊണ്ടാണ് തിരുവേദം പറയുന്നത്, പന്നി കുളിച്ചിട്ട് വീണ്ടും അതെങ്ങോട്ടാ ചാടുന്നേ? ചെളിയിലേക്ക് തന്നെ ചാടും. നായ്ക്കള് ഛർദിച്ചത് വീണ്ടും ഭക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് തിരുവേദം പറയുന്നത്, പ്രഭാഷണ ദിവസം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്നെങ്കിൽ സഹനങ്ങള് പീഡനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊള്ളുക. പല രീതിയിലുള്ള സഹനങ്ങൾ വരും. ആ സഹനങ്ങള് കൃപയാണ്, ദൈവിക അനുഗ്രഹമായിട്ട് മാറുന്നതാണ് സഹനം. അതാണ് റോമ 8-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വരുന്ന തകർച്ചകളെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നു. പ്രഭാഷകൻ 4:2 പറയുന്നുണ്ട്. പ്രഭാഷകൻ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അപ്പൊ ആരോ ഒരു വ്യക്തി ഈ വചനം ശ്രവിച്ചുകൊണ്ട്, ഈ കൂട്ടായ്മയിലല്ലാതെ ഈ വചനം ശ്രവിക്കുന്ന വ്യക്തി ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. ഈ പറയുന്നത് ശരിയാണോ എന്നിങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ കൈവക്കുന്നുണ്ട്, ഈ പറയുന്ന വചനം കറക്റ്റാണെന്ന്. ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വ്യക്തമായ രീതിയിൽ അവിടെ നിന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. വ്യക്തമായ രീതിയിൽ ഒരു കാരണവശാലും അതങ്ങനെ പറയരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇതാണ് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതേ നോക്കിക്കൊണ്ടല്ല നിങ്ങളോട് പറയുന്നത്. ഇനി നോക്കിയിട്ടാണ് നിങ്ങളുടെ ഈ വചനം പറയുന്നത്. അതേ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് പറയുന്നില്ലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണ്ടത് യഥാസമയം നിനക്ക് എത്തിച്ചു തരും. നീ സ്വമേധയല്ല സംസാരിക്കുന്നത്. യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അവര് സ്വമേധയല്ല, നിന്ന് വരുന്നത് നിങ്ങളോട് പറയുന്ന, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവർ നിങ്ങളെ പഠിപ്പിക്കും. അതായത് പരിശുദ്ധാത്മാവിന് മാത്രമേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. PhD ഡിഗ്രി എടുത്ത ഒരാളിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അറിയാൻ പറ്റില്ല. എന്താ സംഭവം എന്നൊരു പിടിയും ഉണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ലോകം തരുന്ന അറിവല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഈ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ തരുന്ന സമാധാനം എൻ്റെ പിതാവിൽ നിന്നുള്ള സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കത്തില്ല. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അത് വിട്ടു പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം തരുമെന്ന് ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയാനായിട്ട് തയ്യാറായി കഴിയുമ്പോഴേ അവന്റെ ജീവിതത്തിൽ അത് അതേപോലെ സംഭവിക്കുക. വേണ്ടതിനേക്കാൾ ഉപരി എന്താണോ നിനക്ക് ആവശ്യം, വേണ്ടതിനേക്കാൾ ഉപരി നിനക്ക് നിന്റെ ഭവനത്ത്
എപ്പോഴും നീ നോക്കുമ്പോഴ് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. എപ്പോഴും നമ്മുടെ ഹൃദയത്തില് ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 12 പറയുന്നുണ്ട്, നിങ്ങള് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കും. എപ്പോഴും ഹൃദയം കൊണ്ട് നമ്മള് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നില്ലേ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് ഞാൻ തന്നെ സ്വയം തിരിച്ചറിയാൻ തയ്യാറായി കഴിയുമ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരേണ്ട സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ആത്മാവ് വിശുദ്ധമായിട്ട് തീരുന്നത്. അങ്ങനെ ഒരു വിശുദ്ധ ഗണത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ഭൂമി വെച്ച് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അനേക വിശുദ്ധര് കത്തോലിക്ക സഭയിലുണ്ട്. അവരെയൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇവിടെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന അന്തോനീസാണ്. ഇത്ര ഉണ്ടായിരുന്നോ, 12 ഇഞ്ച് നീളം. ഇപ്പൊ എത്ര ഇഞ്ചുണ്ടത്? 12 ഇഞ്ച് നീളം ഉണ്ടായിരുന്ന അന്തോനീസ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഒരേ പ്രാവശ്യവും വളരുന്നതിന്റെ അനുസരിച്ച് അവിടെ മാർക്ക് വെച്ചിരിക്കുന്നു. ഇത് അപ്പുറത്തെ രൂപക്കൂട്ടിയിരുന്നതായിരുന്നു. അന്തോനീസിന്റെ രൂപം അപ്പുറത്തെ രൂപക്കൂട്ടിയിരുന്നത്. ഇറ്റലിയിൽ നിന്നൊരു സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴ് എന്നോട് ചോദിച്ച, നേരത്തെ ആ രൂപ ഇവിടെ ഒരു പാർട്ടി ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഗൾഫിൽ പോകാനൊരു തടസ്സം. എങ്ങനെ നോക്കിയിട്ട് ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കർത്താവിന് മുന്നറിയിപ്പ് കൊടുത്തു സ്വപ്നത്തിലൂടെ. മരിയസനിലൊരു അന്തോനീസിന്റെ രൂപം മേടിച്ചോണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി. അദ്ദേഹം ഒരു അന്തോനീസിന്റെ രൂപം മേടിച്ചോണ്ട് തന്നു. 12 ഇഞ്ച് മാത്രമേ നീളം ഉണ്ടായിരുന്നു. അപ്പൊ ആ 12 ഇഞ്ച് നീളം ഉണ്ടായിരുന്ന രൂപം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞെന്തായാലും ആ രൂപം അവിടെ മാതാവിന്റെ രൂപക്കൂട്ടി വെക്കാൻ പറഞ്ഞു. മാതാവിന്റെ രൂപക്കൂട്ടി വെച്ചു. സിസ്റ്റർ കണ്ട് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എന്നോട് ചോദിച്ച്, ബ്രദറെ ആ നേരത്തെ ഉള്ള രൂപമാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്ന്, എന്താ കാര്യം? അപ്പോഴാ പുള്ളിക്കാരി പറയുന്നു, ബ്രദറെ ആ രൂപം ഇതാണ്ട് വളരുന്നുണ്ട്. ഇറ്റലിയിൽ നിന്ന് വന്ന സിസ്റ്ററാണ് ആദ്യമായിട്ട് അത് വെളിപ്പെടുത്തി, ഇത് വളരുന്നുണ്ട് ഈ രൂപം. അപ്പോഴാ ഞാൻ ചെന്ന് നോക്കുന്ന ടേപ്പെടുത്ത് അളന്ന് നോക്കി 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്ര വരുത്തുള്ളൂ. 12 ഇഞ്ച്. ഇത് ആ 12 ഇഞ്ച് കഴിഞ്ഞു 1.5 അടിയോളം വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് അന്തോനീസിന്റെ രൂപം എടുത്ത് പുറത്ത് വെച്ച് അളന്നു നോക്കിയപ്പോഴേ 1.5 അടിയായി. ഇതിന് നിങ്ങൾ ഈ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ മധ്യസ്ഥരെന്ന് പറയുന്നത് 2 പേരും മാതാവിൻ്റെയും അന്തോനീസിൻ്റെയും മധ്യസ്ഥത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഉന്നതങ്ങളിൽ നിന്ന് പിതാവ് തന്നിരിക്കുന്ന മുന്നറിയിപ്പ്. അവരുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ആ 2 പേരെ അവിടെ ഒന്നിച്ചു വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അന്തോനീസിന്റെ നാമത്തിൽ. പക്ഷേ രൂപം വളരുന്നത് എങ്ങും നിങ്ങൾ ഇതുവരെ കേട്ടുകഴിയില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അന്തോനീസിന്റെ രൂപം വളരുന്നതായിട്ട്? ഇത് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. ഇത് ഏതെങ്കിലും പള്ളിയിലായിരുന്നെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി അവിടുത്തെ അവസ്ഥ. ഈ രൂപം ഏതെങ്കിലും പള്ളിയിലാണ് ഈ രൂപം ഇത്രയൊന്നും വളരണ്ട. ചുമ്മാ ഒന്ന് അന്തോനീസ് ചെറുതായിട്ടൊന്ന് വളർന്നാൽ മതി, ഇല്ലേ? ഇത് ഫോണിലിട്ട് കഴിഞ്ഞപ്പോഴ് പല ആൾക്കാരും ഇതിന് കമന്റ് ഇട്ടു. അന്തോനീസിന് പിന്നെ ബൂസ്റ്റ് ഹോർലിക്സും ഒക്കെ മേടിച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ലപോലെ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവര് ഇങ്ങനെ കമന്റൊക്കെ എഴുതി. എന്തായാലും കമന്റ് ഇട്ട വ്യക്തി ആശുപത്രിയിൽ നിന്ന് കരകയറാതെ ആയിത്തീർന്ന അവസ്ഥ. വേറൊരു വ്യക്തി നിങ്ങളുടെ ഉപജീവനമാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാനുള്ള കാര്യം നോക്കിക്കോ, ഞങ്ങളാരും ഇടപെടുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പെണ്ണുപിള്ളയ്ക്ക് ഒരുപാട് ക്ഷീണവും തളർച്ചയൊക്കെ കൊള്ളിയെന്ന് പരിശോധന നടത്തിയപ്പോൾ ക്യാൻസർ, ഭാര്യയ്ക്ക് ക്യാൻസർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഈ രൂപം എവിടെയെങ്കിലും ഒരു പള്ളിയിലായിരുന്നെങ്കിൽ ഇന്ന് കോടികൾ കവിഞ്ഞതിന് ഇവിടെ കോടികൾ. ഒരു വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസാമ്മ
മാറ്റം വരാനുള്ള തീരുമാനത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കാശ്, മൊത്തം കാശ്. യേശുവിന്റെ ക്രൂശ രൂപം വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അകത്ത് ചില്ലറ പൈസ വാരിയിട്ടിരിക്കുക, എങ്ങോട്ട് നോക്കിയാലും കാശ്. 10 രൂപ വരെയുള്ള ജപമാലയ്ക്ക് 30 രൂപ, 35 രൂപ. എന്നിട്ട് ചിലവര് ബുക്ക് അവിടെ നിന്ന് മേടിക്കാനായിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു. ശുദ്ധിരാത്മാക്കളുടെ പുസ്തകമായി ഇത് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം 35 രൂപയേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട 5 രൂപ കുറച്ച് തന്നേക്കാം. വലിയ അവതായിരുന്നു. 35 രൂപയാണ്, 5 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു. എങ്ങോട്ട് നോക്കിയോ അവിടെ എല്ലാം മൊത്തം കാശ്, കച്ചവടം. ചെറിയ ഉണ്ട ഉണ്ടാക്കി കൊടുത്തിട്ട് ഇച്ചിരി ചില്ലാത്ത ഉണ്ട. ആ ഉണ്ട എന്തിനാന്നൊരു പിടിയും. അൽഫോൻസാമ്മ ഉണ്ടയായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉണ്ട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ഉണ്ടയ്ക്ക് 20 രൂപ, 10 ഉണ്ടയ്ക്ക് 20 രൂപ. ജപമാല, ഉണ്ട, പായസം. ഇത് എന്താവശ്യത്തിന്? എന്തായാലും ഒരു മനുഷ്യന് വയറ്റിൽ കൊള്ളുന്നതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. നീ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും, ഏത് രീതിയിൽ നീ സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയാലും ഒരുവന്റെ വയറ്റിൽ കൊള്ളാനുള്ളത് മാത്രമേ ഒരുവൻ കഴിക്കത്തുള്ളൂ. പിന്നെ എന്തിന്റെ ആർത്തിയായി കാണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായത്? എങ്ങോട്ട് തിരിഞ്ഞാലും കാശേ കാശേ കാശെന്നുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ലോകം നശിക്കാൻ പോകുന്നത് ഈ സംഭവം തന്നെയാണ്. പൈസയോടുള്ള അമിതമായ ആർത്തി, കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, ഇതൊക്കെയാണ് ഇന്ന് ലോകം നശിക്കാനുള്ള തുടക്കം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ എന്താ കിട്ടും? പിന്നെ വീട്ടിലെ കാര്യമൊക്കെ എങ്ങനെ നടക്കുന്നു? ഒരച്ഛനോട് ചോദിച്ച് എന്തോ ജോലി? ഞാൻ പറഞ്ഞ പ്രാർത്ഥനയെ. അച്ഛൻ ചോദിക്കുക അതൊരു ജോലിയാണ്. പ്രാർത്ഥന ഒരു ജോലിയാണോ? ഞാൻ പറഞ്ഞ കർത്താവിന്റെ വേലയെന്നില്ല എന്താ പറയുന്നത്. എന്ത് വേലയെടുത്താലും കാശ് കിട്ടുന്ന വേലയാണ്. അതുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചത് ഒരു ജോലിയാണോ പ്രാർത്ഥന? കാരണം എന്ന് പറഞ്ഞ് ഇത് വെറുതെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോരുന്നതാ പ്രാർത്ഥന എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയിൽ അലസനായവൻ, ജെറമ്യ 4:12. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവനെന്ന് കർത്താവ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.